ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി സ്കാറ്റേഡ് ചെയ്ത് കിടന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളെ എല്ലാവരെയും കൂടി യോജിപ്പിക്കാൻ കഴിഞ്ഞത് ഈ കാൺപൂർ ഗൂഢാലോചന കേസിൽ കൂടിയാണ്. ബ്രിട്ടീഷ് പോലീസ് 150 പേരുടെ പേര് തയ്യാറാക്കി മദ്രാസിലെ, കൽക്കട്ടയിലെ, പഞ്ചാബിലെ, ലാഹോറിലെ, ബോംബെയിലെ, ബനാറസിലെ, കാൺപൂരിലെ ഇവിടെയൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിലെ ആളുകളെ എല്ലാം കൂടി ഒരുമിപ്പിച്ച് കൊണ്ടുവന്നപ്പോഴാണ് അവർക്ക് പരസ്പരം കാണാനും പരസ്പരം ബന്ധപ്പെടാനും ഉള്ള അവസരം കിട്ടിയത്. അങ്ങനെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി കാൺപൂർ ബോൾഷെവിക് ഗൂഢാലോചന കേസ് മാറി. ആ കേസിൽ കോടതി വെറുതെ വിട്ട സത്യഭക്ത കാൺപൂരിൽ ഒരു സോഷ്യലിസ്റ്റ് ബുക്ക് സെൻറ്റർ നടത്തിയിരുന്ന ആളാണ് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. അദ്ദേഹത്തിനൊരു പത്രമുണ്ടായിരുന്നു, സാമ്യവാദി എന്നായിരുന്നു ആ പത്രത്തിൻ്റെ പേര്. വെളിയിലിറങ്ങിയ സത്യഭക്ത സഹ തടവുകാരായി പിടിക്കപ്പെട്ട ആളുകളുമായിട്ടൊക്കെ ആലോചിച്ചുകൊണ്ട് സാമ്യവാദിയിൽ ഒരു അറിയിപ്പ് കൊടുത്തു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകാരുടെ എല്ലാവരുടെയും കൂടെ ചേർന്നുള്ള ഒരു സമ്മേളനം കാൺപൂരിൽ വെച്ച് 1925 ഡിസംബർ 25 മുതൽ 28 വരെ നടത്തുന്നതാണ് എന്നതായിരുന്നു ആ അറിയിപ്പ്. അത് മറ്റ് വെളിയിലിറങ്ങിയ സഹതടവുകാരോടൊപ്പം ശിക്ഷിക്കപ്പെട്ട 4 പേരും അതിൻ്റെ അറിയിപ്പുകൾ കിട്ടി. എല്ലാവരും ആ അറിയിപ്പിനോട് യോജിച്ചു. എല്ലാവരുടെയും അറിവോടും സമ്മതത്തോടും കൂടിയാണ് സാമ്യവാദിയിൽ അങ്ങനെ ഒരു അറിയിപ്പ് കൊടുത്തത്. അങ്ങനെ 1925 ഡിസംബർ 25 മുതൽ 28 വരെ AICC സമ്മേളനം നടന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാൺപൂരിൽ വെച്ച് ഈ വിവിധ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഒരു യോഗം നടത്താൻ സത്യഭക്തയുടെ പത്രത്തിൽ കൂടി അറിയിപ്പ് കൊടുക്കുകയായിരുന്നു. അതിനുവേണ്ടി വലിയ സ്വാഗത സംഘം, റിസപ്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ റിസപ്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ മൗലാന ഹസ്രത്ത് മൊഹാനി ആയിരുന്നു. അതിൻ്റെ കൺവീനർ ഗുലാം ഹുസൈൻ ആയിരുന്നു. അങ്ങനെ ഒരു സ്വാഗത സംഘമൊക്കെ എടുത്തുകൊണ്ടാണ് അതിൻ്റെ രൂപീകരണത്തിലേക്ക്, ആദ്യത്തെ യോഗം വിളിക്കുന്നതിലേക്ക് പോയത്. ആദ്യ യോഗം അങ്ങനെ 25-ാം തീയതി രാവിലെ അവിടെ തുടങ്ങുമ്പോൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നത് ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും ബ്രിട്ടീഷ് MP-യുമായിരുന്ന ഇന്ത്യക്കാരനായ, ഒറിജിൻ ഇന്ത്യയാണ്, സക്ലത്ത് വാലയായിരുന്നു. പക്ഷേ സക്ലത്ത് വാല MP-ക്ക് ആ യോഗത്തിന് പങ്കെടുക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ 25-ാം തീയതി കാൺപൂരിൽ ആരംഭിച്ച യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് മദ്രാസിലെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പായ ഹിന്ദുസ്ഥാൻ ലേബർ കിസാൻ പാർട്ടിയുടെ നേതാവ് ശിങ്കാരവേലു ചെട്ടിയാരാണ്. അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. ശിങ്കാരവേലു ചെട്ടിയാരുടെ പാർട്ടിയാണ് ഇന്ത്യയിൽ ആദ്യമായി 1923 ചെങ്കൊടി ഉയർത്തിക്കൊണ്ട് മെയ് ദിനം ആഘോഷിക്കുന്നത്. ആദ്യമായി മെയ് ദിനം ആഘോഷിക്കുന്നത് ശിങ്കാരവേലു ചെട്ടിയാരുടെ പാർട്ടിയാണ്. ഔദ്യോഗികമായി ഇന്ത്യയിൽ പിന്നെ സംഘടിത തൊഴിലാളി വർഗം മെയ് ദിനം ആഘോഷിച്ച് തുടങ്ങുന്നത് 1929 മുതലേ ഉള്ളായിരുന്നു. പക്ഷേ 23 തന്നെ മെയ് ദിനം ചെങ്കൊടി ഉയർത്തി, ആദ്യമായി ഒരു ചെങ്കൊടി ഉയർത്തുന്നതും ആദ്യമായി മെയ് ദിനം ആഘോഷിക്കുന്നതും ശിങ്കാരവേലു ചെട്ടിയാരുടെ മദ്രാസ് ലേബർ കിസാൻ പാർട്ടിയാണ്. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നതും. അതുകൂടി ഈ സന്ദർഭത്തിൽ നാം ഓർക്കേണ്ടുന്നതാണ്. ശിങ്കാരവേലു ചെട്ടിയാരുടെ പ്രസംഗവും അതുപോലെ തന്നെ ഗുലാം ഹുസൈൻ്റെയും ഹസ്രത്ത് മൊഹാനിയുടെയും അവരുടെ പ്രസംഗങ്ങളും സ്വാദപ്രസംഗം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഹസ്രത്ത് മൊഹാനിയെ സംബന്ധിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. 1921 അഹമ്മദാബാദിൽ വെച്ച് നടക്കുന്ന AICC സമ്മേളനത്തിൽ ആദ്യമായി പൂർണ്ണ സ്വരാജ് എന്ന ആവശ്യം ഉന്നയിക്കുന്നത് മൗലാന ഹസ്രത്ത് മൊഹാനി എന്ന AICC മെമ്പറാണ്. പക്ഷേ അന്ന് ഗാന്ധിജി അതിനോട് പ്രതികരിച്ചത് ഇന്ത്യ അതിന് പക്വമായിട്ടില്ല എന്നായിരുന്നു. അതുകൊണ്ട് ഹസ്രത്ത് മൊഹാനിയുടെ ആ പ്രമേയത്തിന് അനുവാദം കിട്ടിയിരുന്നില്ല. വീണ്ടും 1923 ഗയയിൽ നടക്കുന്ന AICC സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജിന് വേണ്ടി പ്രമേയം അവതരിപ്പിക്കുന്നത് ശിങ്കാരവേലു ചെട്ടിയാരായിരുന്നു. അദ്ദേഹം AICC മെമ്പറായിരുന്നു. ശിങ്കാരവേലു ചെട്ടിയാരുടെ ആ പ്രമേയത്തിന് അനുമതി കിട്ടിയില്ലെങ്കിലും മൊഹാനിയുടെ പ്രമേയത്തിനേക്കാൾ കൂടുതൽ ആളുകൾ അതിനെ പിന്തുണച്ചു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് എന്നുള്ളതും കൂടി ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കട്ടെ. ഹസ്രത്ത് മൊഹാനിയുടെയും ഗുലാം ഹുസൈൻ്റെയും പ്രസംഗത്തിന് ശേഷം ആ ആദ്യ രൂപീകരണ യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയത് ശിങ്കാരവേലു ചെട്ടിയാരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫോർമേഷനെ സംബന്ധിച്ചുള്ള
ആദ്യകാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഡോക്ടർ ജി അധികാരിയെ ചുമതലപ്പെടുത്തിയിരുന്നു. സ്വാമി ശിങ്കാരവേലു ചെട്ടിയാരുടെ അധ്യക്ഷ പ്രസംഗത്തിൽ കാറൽ മാർക്സിനെ സംബന്ധിച്ച്, എംഗൽസിനെ സംബന്ധിച്ച്, ലെനിനെ സംബന്ധിച്ച്, സർവ്വരാജ്യ തൊഴിലാളികളെ സംബന്ധിച്ച്, തൊഴിലാളി വർഗത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നടന്ന പോരാട്ടങ്ങളെ സംബന്ധിച്ച്, രക്തസാക്ഷികളെ സംബന്ധിച്ച്, ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധിനിവേശം തുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ ബൃഹത്തായ ഒരു അധ്യക്ഷ പ്രസംഗമാണ് സ്വാമി ശിങ്കാരവേലു ചെട്ടിയാർ നടത്തിയത്. ശിങ്കാരവേലു ചെട്ടിയാരുടെ ആ അധ്യക്ഷ പ്രസംഗം തന്നെ PPHൻ്റെ ഒരു പുസ്തക രൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതും കൂടി നമ്മുടെ പാർട്ടി സഹാക്കൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വളരെ ബൃഹത്താണ് ആ പ്രസംഗം. അതിൽ തൊഴിലാളി വർഗത്തെ സംബന്ധിച്ച്, വർഗസമരത്തെ സംബന്ധിച്ച്, വർഗപരമായി തൊഴിലാളികൾ സംഘടിക്കേണ്ടുന്നതിൻ്റെ ആവശ്യത്തെ സംബന്ധിച്ചും, ഇന്ത്യൻ രക്തസാക്ഷികളെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായി തന്നെ അതിൽ താത്വികമായും പ്രായോഗിക രാഷ്ട്രീയത്തിലും വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളതാണ് ശിങ്കാരവേലു ചെട്ടിയാരുടെ പ്രസംഗം. അതിനോടൊപ്പം തന്നെ സക്ലത്ത് വാല MP സന്ദേശവും ആ യോഗത്തിൽ, ആ സമ്മേളനത്തിൽ വായിക്കുകയുണ്ടായി. ആദ്യത്തെ 25-ാം തീയതി ഇതെല്ലാമായിരുന്നു കാൺപൂർ സമ്മേളനത്തിൽ നടന്നത്. 26-ാം തീയതി രണ്ടാം ദിവസത്തെ സമ്മേളനത്തിൽ ദീർഘമായ ചർച്ചകൾ, ഓരോ പ്രദേശങ്ങളിലും നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായ ചർച്ചകൾക്ക് ശേഷം അവസാനം ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കണം, ആ രൂപീകരിക്കുന്ന പാർട്ടിയുടെ പേരെന്തായിരിക്കണം എന്നുള്ളത് രണ്ടാം ദിവസമായ ഡിസംബർ 26-നാണ് ചർച്ച ചെയ്തത്. ആ ചർച്ചയിൽ പല എല്ലാവരും നേതാക്കളായതുകൊണ്ട് തന്നെ പല നേതാക്കളും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിലേറ്റവും എടുത്തു കാണേണ്ടുന്ന ഒരു അഭിപ്രായം, അതിൽ ഈ യോഗം വിളിച്ചു കൂട്ടുന്നതിന് മുൻകൈയെടുത്ത സാമ്യവാദി പത്രത്തിൻ്റെ പത്രാധിപർ കൂടിയായിരുന്ന കാൺപൂരിലെ സത്യഭക്തായുടെ അഭിപ്രായമാണ്. അദ്ദേഹത്തിൻ്റെ നിർബന്ധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു സാർവദേശീയ ബന്ധം വേണ്ട എന്നുള്ളതും, പാർട്ടി ഇന്ത്യൻ നാഷണൽ, ആ നിലയിൽ ഒരു നാഷണൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യയിലെ ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ നാഷണൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള പേരിൽ അറിയപ്പെടണം എന്നതുമൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാലിശമായ അഭിപ്രായങ്ങൾ. എല്ലാവരുടെയും അഭിപ്രായങ്ങളെല്ലാം കേട്ടതിന് ശേഷം, എല്ലാ നേതാക്കളുടെയും അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം അതിലൊരു യോജിച്ച അഭിപ്രായത്തിൽ എത്തിച്ചേർന്ന് അങ്ങനെ ഒരു റെസൊല്യൂഷൻ കൂടി പാസ്സാക്കിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേരിൽ, CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് രണ്ടാം ദിവസത്തെ സമ്മേളനം അവസാനിക്കുന്നത്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന നമ്മുടെ പാർട്ടി കാൺപൂരിൽ പിറന്നു വീഴുന്നത്, ഇന്ത്യയിൽ പിറന്നു വീഴുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനനം ഇങ്ങനെ 1925 ഡിസംബർ 25 മുതൽ 28 വരെ കാൺപൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസമായ ഡിസംബർ 26-ന് ആ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അടങ്ങിയ ആ സമ്മേളനത്തിൽ വെച്ചായിരുന്നു എന്നത് നമ്മുടെ ചരിത്രം പറയുമ്പോൾ, ചരിത്രം ഓർക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടായിരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കട്ടെ. 27-ാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭരണഘടന രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ച് ആ യോഗം ചർച്ച ചെയ്തു. ഒരു ഫോർമലായ ഭരണഘടന രൂപീകരിക്കുകയും ചെയ്തു. അത് പൂർണ്ണ തോതിലുള്ളതല്ല എങ്കിലും ആ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്ന ഒരു കാര്യം, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കണമെന്നും ഇന്ത്യയെ കർഷകരുടെയും തൊഴിലാളികളുടെയും ഒരു റിപ്പബ്ലിക്കായി സ്ഥാപിക്കപ്പെടണം എന്നതുമായിരുന്നു ആ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഇന്ത്യയെ ഒരു തൊഴിലാളി കർഷക റിപ്പബ്ലിക്കായി രൂപീകൃതമാക്കുക എന്നതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യമായി ആദ്യത്തെ ഭരണഘടനയിൽ പറഞ്ഞിരുന്നത്. അതോടൊപ്പം ഇന്ന് നമുക്ക് യോജിക്കാൻ കഴിയില്ലെങ്കിലും, പലരും അതിനോട് വിയോജിക്കുമെങ്കിലും, ആദ്യത്തെ ഭരണഘടനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ലഭിക്കണമെങ്കിൽ സാമുദായിക സംഘടനകളുമായിട്ടുള്ള ഒരു ബന്ധവും, സാമുദായിക സംഘടനകളുമായി ബന്ധമുള്ളവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം ഉണ്ടാവുകയില്ല എന്ന് കൃത്യമായി ആദ്യ ഭരണഘടനയിൽ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ഭരണഘടന
ദീർഘമായ ചർച്ചകൾക്ക് ശേഷം രൂപീകരിച്ചു. ആ ഭരണഘടനയിൽ കൂടി ദേശീയമായ ഒരു കമ്മിറ്റിയും അതിനൊരു എക്സിക്യൂട്ടീവും, നാഷണൽ എക്സിക്യൂട്ടീവും രൂപീകരിച്ചു. നാഷണൽ എക്സിക്യൂട്ടീവിൻ്റെ യോഗമാണ് അവസാന ദിവസമായ ഡിസംബർ 28 കൂടിയത്. ഡിസംബർ 28 കൂടിയ നാഷണൽ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വെച്ച് അതിൻ്റെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഒരുപക്ഷേ നിങ്ങളിൽ പലർക്കും അറിയാമെങ്കിലും ഞാനത് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ആദ്യമുണ്ടാകുന്ന ഒരു ഓഫീസ് ബിയറർ, ഔദ്യോഗിക സ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ ഓൾ ഇന്ത്യ പാർട്ടി പ്രസിഡൻ്റായിരുന്നു. ആദ്യമായി അഖിലേന്ത്യാ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്തു. അന്ന് തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് ശിങ്കാരവേലു ചെട്ടിയാർ. അദ്ദേഹമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ഔദ്യോഗിക ഭാരവാഹി. അത് പ്രസിഡൻറ്റ് സ്ഥാനവുമാണ്. അതിനുശേഷം വൈസ് പ്രസിഡൻ്റുമാരെ 2 പേരെ തിരഞ്ഞെടുത്തു. 2 ജനറൽ സെക്രട്ടറിമാരെയും തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറിമാർ ഒന്ന് എസ് വി ഖാട്ടയും JP ബാഗർഹട്ടെ, ജാനകി പ്രസാദ് ബാഗർഹട്ടെ, അദ്ദേഹവുമാണ് 2 ജനറൽ സെക്രട്ടറിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒരു ഖജാൻജിയും തിരഞ്ഞെടുത്തുകൊണ്ട് ആ സമ്മേളനത്തിൻ്റെ ഭാരവാഹികളെ 30 പേരുള്ള എക്സിക്യൂട്ടീവിനെയും തിരഞ്ഞെടുത്തുകൊണ്ടാണ് സമ്മേളനം പിരിയുന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രൂപം ആ നിലയിലായിരുന്നു. അതിനുശേഷം അതിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളെ സംബന്ധിച്ച് ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം.